ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് അടിപൊളി കിടിലൻ പായസമാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ പായസം ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് ഞാൻ ആദ്യം ശർക്കര എടുത്തിട്ടുണ്ട്. 2 വലിയ പീസും ഒരു ഹാഫ് പീസുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് നമുക്കത് ഒരുക്കിയെടുക്കണം. അതായത് അത് ശർക്കര പാനിയാക്കി എടുക്കണം. അത് നന്നായിട്ട് അത് ചൂട് തട്ടുമ്പോൾ തന്നെ അതായത് അങ്ങനെ മെൽറ്റായി വരുള്ളൂ. ജസ്റ്റ് നമ്മളങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഫ്ലെയിം വല്ലാതെ കൂട്ടണ്ട, ഒന്ന് മീഡിയത്തിലാക്കിയിട്ട് അതൊന്ന് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ അതിതുപോലെ മെൽറ്റായിട്ട് വരും. എനിക്ക് എത്ര നല്ല എനിക്കിവിടെ നല്ല മധുരം വേണം, അതുകൊണ്ടാണ് ഇത്ര വലിയ പീസൊക്കെ എടുത്തത്. എനിക്ക് എത്ര മേടിച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പോൾ ഇതാ അത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് ഫുള്ള് ഞാൻ അങ്ങനെ മെൽറ്റാന്ന് കാണിച്ചിട്ടില്ല കേട്ടോ. അതാ മെൽറ്റായി വന്നിട്ട് ഇനി അതിൽ ചെറിയ ചെറിയ പീസുകളുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് മെൽറ്റാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടെ. ചെറിയ പീസുകളുണ്ടോ, അപ്പോൾ അതും കൂടി ഒന്ന് മെൽറ്റാവട്ടെ. അപ്പോൾ അത് ചെറിയ പീസാണ്, പെട്ടെന്ന് തന്നെ അതാവും. അത് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ എല്ലാം ഫുള്ള് മെൽറ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്താ വേണ്ടിച്ചാൽ 3 ടേബിൾ സ്പൂൺ ഗോതമ്പിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കില്ല, ഗോതമ്പിൻ്റെ പൊടി. അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഫുള്ളായിട്ട് ആദ്യം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കട്ടല്ലാതെ ഒന്ന് ആക്കിയെടുക്കണം. നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ആക്കില്ല, അതുപോലെ തന്നെ കട്ടല്ലാതെ ആക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആക്കുക കേട്ടോ. ഫോർക്ക് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ആക്കുന്നത്. എനിക്ക് ഫോർക്ക് വെച്ച് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. സ്പൂണൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കില്ലേ, ഫോർക്ക് വെച്ചിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് ആദ്യം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം വെള്ളം ഒഴിച്ചപ്പോൾ കട്ടക്കതൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ആ കുറച്ച് വെള്ളം കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ വേണ്ട കിട്ടാൻ ഇതുപോലെ ലൂസ് പരിവാണ് വേണ്ടത്. അല്ലാതെ ദോശക്ക് എടുക്കുന്ന ഒരു പരിവല്ല, ഇതുപോലെ ലൂസ് വെള്ളം പോലെ ലൂസായിട്ട് വേണം നമുക്ക് ഈ മിക്സ് കിട്ടാൻ കേട്ടോ. ഇപ്പോൾ ഇതാ കട്ടല്ലാതെ കിട്ടണമെന്ന് മാത്രം. കട്ടല്ലാതെ നമുക്ക് ജ്യൂസ് അടിച്ച് എങ്ങനെ ഉണ്ടാവും അതേപോലെ വെള്ളം പോലെ കിട്ടണം. അതായത് ഗോതമ്പ് പൊടിയുടെ ഒരു കട്ട പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുപോലെ നല്ല ലൂസായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ലൂസായിട്ട് വേണം കിട്ടാൻ. നമ്മുടെ ഗോതമ്പിൻ്റെ ആ ഒരു ബാറ്റർ ഇത് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുവഴി നമ്മൾ ചൂടാറാൻ വെച്ച ശർക്കര പാനിയില്ലേ, അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കാം. ചൂട് കൊടുക്കാൻ അയച്ച പ്ലാസ്റ്റിക് അരിപ്പൊക്കെ ആണെങ്കിൽ അത് ഉരുകി പോകും. അതുകൊണ്ടാണ് ലൈറ്റായിട്ട് ഇളം ചൂട് ആറിയതിന് ശേഷം ഒന്ന് ഒഴിക്കാൻ പറയണത്. ഇപ്പോൾ ഇതാ അരിപ്പിച്ചെടുത്തിന് ഞാൻ കല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശർക്കരയിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കളയാനാണ് അരിച്ചെടുത്തത്. ഇപ്പോൾ ഇത് അരിച്ച് സ്ട്രെയിൻ ചെയ്ത് ഇവിടെ നല്ല ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗോതമ്പുപൊടിയുടെ ബാറ്ററി ഇല്ല, അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ചിലപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണ്ടാവും. അതൊന്ന് ഇളക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമുക്കിടത് 1 സ്പൂൺ വെച്ചിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കാരണം കൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വെച്ച് പോയാൽ അതിന് കട്ട കുത്തും. അപ്പോൾ അത് കട്ട കുത്താതിരിക്കാൻ തീരെ കട്ട പാടില്ല. കട്ട കുത്താതിരിക്കാൻ നമ്മൾ കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൂട്ടി വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുത്തിരിക്കും. ഇനിയിപ്പോൾ ആ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വേവണം. അപ്പോൾ അതിനാണ് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറയണത്, കട്ട കുത്താതെ. അതായത് ഓവറായിട്ട് തിക്കാവണ്ട, കുറച്ച് ലൂസ് പോലെ ആവണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കലായിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഒരുക്കി വെച്ച് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല കട്ട കുത്താത്തതിന് മുന്നേ തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇതാ അങ്ങനെ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ആ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ വല്ലാതെ തിളച്ച് മറിയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് 2-3 ഏലക്ക ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഏലക്ക പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. ഞാൻ ഇപ്പോൾ 3 ഏലക്കയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അതിട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു തേങ്ങയുടെ 1/2 മുറി തേങ്ങ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന നേരത്ത് അതങ്ങനെ കടിക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചെറിയൊരു തേങ്ങയുടെ 1/2 മുറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ആ തേങ്ങയും ശർക്കര പാനിയും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവട്ടെ. അതിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കി വല്ലാതാണ്ട് കുറുക്കൊന്നും വേണ്ട, കാരണം കുറച്ച് ലൂസിലാണ് നമുക്ക് വേണ്ടത്. കാരണം ഇത് കുറച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ അത് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്രയും അങ്ങോട്ട് തിക്കാക്കൊന്നും വേണ്ട. നമുക്കത് കണ്ടാൽ അറിയില്ല, സാധാ ഒരു പായസത്തിൻ്റെ പരുവം. ഇപ്പോൾ ഇതാ ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. തേങ്ങക്കൊന്ന് സെറ്റായി, അതിൻ്റെ കൂടെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം.
ഇതുപോലെ ആവും. കുറച്ച് ലൂസാണെന്ന് വിചാരിക്കേണ്ട, ഇത് കുറച്ച് നേരം തിക്കാവും. ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഈ ഒരു പാത്രം നമ്മൾ ഓഫ് ചെയ്യണം. ഇനി നമുക്ക് അതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്, 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല പായസത്തിൻ്റെ പരിവാണ്. ഇനിയിപ്പോൾ അത് കുറച്ച് നേരം തിക്കാവും, പക്ഷെ ഇങ്ങനെ കുടിക്കുമ്പോഴാട്ടെ രസം. അല്ലാതെ തിക്കാവുമ്പോൾ ഈ ഒരു തേങ്ങ ഇതൊക്കെ കൂടി കഴിക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഓഫ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു കുടിക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് വേണം. നമ്മൾ കൂവപ്പൊടിയുടെ പായസമൊക്കെ നമുക്ക് ഉണ്ടാക്കും. ഇപ്പോൾ ഓരോ നാട്ടിൽ എന്താ പറയുന്നത് കേട്ടോ, കൂവ കൊണ്ടൊരു പായസം ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ കുടിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ രണ്ടപാ തേങ്ങ ഒക്കെ കടിക്കുമ്പോൾ നല്ല രസമാട്ടോ. പിന്നെ ശർക്കരയല്ലേ, നല്ല ടേസ്റ്റ്. ഇപ്പോൾ ചേർത്ത 3 ഐറ്റംസ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. തേങ്ങയാണെങ്കിലും ശർക്കരയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. അപ്പം ഈ നോമ്പ് സമയത്ത് ജ്യൂസിൻ്റെ ഒക്കെ ഒപ്പം ഇതേപോലെ ഒരു പായസം ഉണ്ടാക്കി കുടിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കുടിക്കാൻ. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നില്ല കഴിക്കാൻ നേരത്ത്. അപ്പോൾ ഇത്രയുള്ള നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.